കുട്ടിയാണെന്നുള്ളതല്ല, സംഘികൾ ഹീ കൊടുക്കുമ്പോ ഹാലിളകി ഓടുന്ന പാവക്കുട്ടിയാണെന്നുള്ളതാണ് പ്രശ്നം. ശ്രീ PM എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ശിവൻകുട്ടി കുത്തുകയാണെന്ന് പറഞ്ഞാൽ ആഞ്ഞു കുത്തുകയാണ്. കാരണം എവിടെയൊക്കെയോ ചിലതൊക്കെ ബാക്കി വെച്ചത് അങ്ങ് തീർത്ത് അലക്കി തീർക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം. ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിലും സഖാക്കളൊക്കെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. ഒരു ഭാഗത്ത് നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോ ആ ആക്രമിക്കപ്പെടുന്ന വ്യക്തി അത് രാഹുൽ മാങ്കൂട്ടമാണെന്നുള്ളത് നിങ്ങൾ ആരും തിരിച്ചറിഞ്ഞില്ല. അതിനുള്ള കഴിവും അതിനുള്ള നട്ടലും നിങ്ങൾക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ്. കാരണം അയാൾ ഒരു ദിവസം തിരിച്ചെത്തുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ നിങ്ങളെല്ലാവരും അയാൾ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആഗ്രഹിച്ചതും അതിനുവേണ്ടി മുറവിള കൂട്ടിയതും. മനസ്സിലായില്ലേ? പലപ്പോഴും പലതും ചേർത്ത് പിടിച്ചും കുത്തിയും അവിടെയും ഇവിടേക്കും തോണ്ടിയും നിങ്ങൾ നടന്നപ്പോൾ നിങ്ങൾ കരുതിയില്ല ഈ പറയുന്ന കാലചക്രം കറങ്ങിത്തിരിയും, അത് രാഹുലിന്റെ കയ്യിലും രാഹുലിന്റെ കാലിലും പന്തെത്തുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയില്ല. മറുവശത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടമാണെന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യമായിരുന്നു. നിങ്ങൾ എത്രയധികം അന്തിച്ചർച്ചകളിൽ രാഹുലിന്റെ കൂടെ ഇരുന്നിട്ട് കണക്കിന് കിട്ടിയിട്ട് വയറ് നിറഞ്ഞിട്ടല്ലാതെ നിങ്ങൾ അവിടുന്ന് ഇറങ്ങി വന്നിട്ടില്ലല്ലോ. അതില് ഈ പറയുന്ന റഹീമുണ്ട്, വസീഫുണ്ട്, സനോജ് ഉണ്ട്, അങ്ങനെ IP അനിൽകുമാർ ഉണ്ട്, തുടങ്ങിയിട്ടുള്ള എത്രയധികം നിങ്ങളുടെ നേതാക്കൾക്കാണ് രാഹുൽ വയറ് നിറച്ച് സദ്യ വിളമ്പിക്കൊടുത്തിട്ടുള്ളത്. അപ്പോ അയാളുടെ കയ്യിൽ വിളമ്പാൻ ഭക്ഷണമില്ലാതിരുന്ന ഒരു സമയത്ത് നിങ്ങൾ അയാൾക്ക് ഇട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കിട്ടുന്നത് ചെറുതായിരിക്കില്ല, വലുതായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് ഉണ്ടാവണമായിരുന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ നന്നായിട്ട് കിട്ടുന്നുണ്ടല്ലേ? ഏതൊക്കെ രീതിയിൽ കുത്താൻ പറ്റുമോ അതൊക്കെ രീതിയിൽ രാഹുൽ മാങ്കൂട്ടം കുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് കാണുമ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു സന്തോഷം. മനസ്സിലായില്ലേ? വല്ലാത്തൊരു സന്തോഷം. കാരണം നമുക്ക് ഇതിലൊക്കെയാണ് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത്. കാരണം നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാഴക്ക് പോലും ചിലപ്പം അരിശം പൂണ്ട് നമ്മളെ അത് തലയിലെങ്ങാനും വീഴ്ത്തി നമ്മളെ കൊല്ലാൻ ശ്രമിക്കും ആ വാഴ. മനസ്സിലായില്ലേ? കാരണം ഒരു വാഴക്കുല, ഒരു മിനിമം സാധാരണ കർഷകരൊക്കെ ഉണ്ടാക്കുന്ന ഒരു വാഴക്കുലയുടെ തൂക്കം നിങ്ങൾ നോക്കിയേ, ഒരു 30 കിലോ മിനിമം ആവറേജ് വരും. ആ ആവറേജ് 30 കിലോ ആ വാഴ താങ്ങി നിർത്തുന്നുണ്ടെങ്കിൽ അത്ര പോലും ബലമില്ലാത്ത ശിവൻകുട്ടിയെ പിന്നെ രാഹുൽ എന്താ വിളിക്കേണ്ടത്? ശിവൻകുട്ടിയെ എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റില്ല. സംഘിക്കുട്ടിയെ എന്ന് വിളിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. ഇതിപ്പോ വിളിക്കേണ്ടത് എന്താണെന്ന് രാഹുല് വീണ്ടും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ പ്രവർത്തനങ്ങൾ കഴിയുമ്പോഴും ഇയാളെ എന്ത് വിളിക്കണം എന്നുള്ളത് അത് മാറ്റേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഇന്നലെ രാഹുൽ ഇയാളെ വിളിച്ചത്, ശിവൻകുട്ടിയെ വിളിച്ചത് സംഘിക്കുട്ടി എന്നാണെങ്കിൽ രാഹുൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്ന് മാറ്റി, സംഘിക്കുട്ടി എന്നുള്ളത് പാവക്കുട്ടിയാക്കി. പാവക്കുട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ മക്കൾക്കെല്ലാം RC കാർ, റിമോട്ട് കൺട്രോൾ കാറുകളൊക്കെ മേടിച്ചു കൊടുക്കാറില്ലേ? അത്തരത്തിൽ ഇതൊരു റിമോട്ട് കൺട്രോൾ പാവക്കുട്ടിയാണ്. ആരാണ് ആ റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത്? ഇവിടുത്തെ സംഘപരിവാരമാണ്, RSS ആണ്. RSSന്റെ കാൽ ചുവട്ടിൽ ഒരു നാണവും മാനവും ഇല്ലാതെ ഞാൻ സഖാവാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് RSSന്റെ കാൽ ചുവട്ടിൽ പോയി കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ ആ RSSന്റെ കാൽ ചുവട്ടിൽ തീറെഴുതി കൊടുത്ത ഒരു പാവക്കുട്ടി, RSSന്റെ റിമോട്ട് കൺട്രോളിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പാവക്കുട്ടി. അതല്ലേ നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടത്? ഈ പറയുന്ന PM ശ്രീയുടെ MOയിൽ ഈ പറയുന്ന വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഒപ്പുവെച്ചതിൽ തൊട്ടു പിന്നാലെ ABVPയുടെ ഈ പറയുന്ന ഉറങ്ങിക്കിടന്ന സിംഹങ്ങൾ സടകുടഞ്ഞ് എഴുന്നേറ്റ് വന്ന് ഈ പറയുന്ന ശിവൻകുട്ടിയെ അഭിനന്ദിക്കുകയാണ്. ആരാണ് അഭിനന്ദിക്കുന്നത്? SFI-കാരനാണോ? അല്ല. ASF-കാരനാണോ? അല്ല. KSU-കാരനാണോ? അല്ല. MSF-കാരനാണോ? അല്ല. പിന്നെ ആരാണ് ശിവൻകുട്ടിയെ അഭിനന്ദിക്കുന്നത്? ശിവൻകുട്ടിയെ അഭിനന്ദിക്കുന്നത് ABVP-കാരാണ്. എന്താണ് അവരുടെ നയം? ABVP-കാരനോടൊന്ന് ചോദിച്ചു നോക്ക്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണെന്ന് ചോദിച്ചു നോക്ക്.
ABVP-കാരൻ പറയും അത് VD സവർക്കർ ആണെന്ന്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുന്നണി പോരാളി ആരായിരുന്നു എന്ന് ഈ ABVP-കാരനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക്. അവർ പറയും ആൻഡമാനിലെ ജയിലിൽ കിടന്നുകൊണ്ട് ബ്രിട്ടീഷുകാരന്റെ കാല് നക്കിയ, ബ്രിട്ടീഷുകാരന്റെ ഷൂ നക്കി കൊടുത്ത, ബ്രിട്ടീഷുകാരന് 1 അല്ല 2 അല്ല 3 അല്ല 10-ലധികം വരുന്ന മാപ്പ് എഴുതി കൊടുത്ത, ആ മാപ്പ് എഴുതി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രേമലേഖനം എഴുതുന്ന തുല്യം വലിയ നീണ്ട മാപ്പ്. തന്നെ പുറത്തിറക്കണം, തന്നെ ജയിലിൽ നിന്ന് വിട്ടേക്കണം. എന്തിനാ വിട്ടേക്കേണ്ടത്? നിങ്ങൾക്കെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യുന്ന ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഞാൻ ഒറ്റുതരാം. അവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അവരുടെ കാര്യങ്ങൾ, അവരുടെ ആസൂത്രണങ്ങൾ, അവരുടെ പ്ലാനുകൾ ഇതൊക്കെ നിങ്ങളുടെ ചെവിയിൽ ഞാൻ എത്തിച്ചു തരാം. ഞാൻ മാത്രമല്ല ഉണ്ടാവുക, എൻ്റെ കൂടെയുള്ള 10,000-കണക്കിന് വരുന്ന സംഘ് പരിവാറിന്റെ പ്രവർത്തകരുണ്ട്. ആ പ്രവർത്തകരും നിങ്ങൾക്ക് വേണ്ടി കൂട്ടിക്കൊടുപ്പിന്റെ ഈ പറയുന്ന രാഷ്ട്രീയം കളിക്കും. അതങ്ങനെ എൻ്റെ കൂടെയുള്ള 10,000 വരുന്ന സംഘ് പരിവാറുകാരും നിങ്ങൾക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുതരും. വേണ്ടി വന്നാൽ അവരെ ഞങ്ങൾ വകവരുത്താനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, മാപ്പ് ഇതൊരു മാപ്പാക്കി കണക്കാക്കിക്കൊണ്ട് എന്നെ ജയിലിൽ നിന്ന് പുറത്തു വിടണം. അങ്ങനെ പറഞ്ഞ VD സവർക്കറാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഈ പറയുന്ന സംഘ് പരിവാറുകാരുടെ, ഈ പറയുന്ന സംഘി മിത്രങ്ങളുടെ ഒക്കെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യ സമര നേതാവ്. ആ സ്വാതന്ത്ര്യ സമര നേതാവാണ് ഇപ്പോ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി വാഴ്ത്താൻ പോവുകയാണ്, സ്ഥാനക്കയറ്റം നൽകാൻ പോവുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി VD സവർക്കർ എന്ന് പറയുന്ന ഭീരനായ ഭീരുവായ സവർക്കറെ, വീർ സവർക്കർ അല്ല, വീർ സവർക്കർ എന്ന് ഈ VD സവർക്കർ ആരാണ് ആദ്യം വിളിച്ചത്? അതും ഈ പറയുന്ന ഭീരുവ. ഈ ഭീരു സ്വയം തന്നെ പുകഴ്ത്തിക്കൊണ്ട് എഴുതിയതാണ് ഞാൻ വീർ സവർക്കർ ആണെന്ന്. മനസ്സിലായില്ലേ? അതിനുശേഷം സംഘ് പരിവാർ ഏറ്റെടുത്തു, വീർ സവർക്കർ എന്നാക്കി. അതിനു മുമ്പ് ഒരാളും ഇയാളെ വീർ സവർക്കർ എന്ന് പറഞ്ഞിട്ടില്ല. ഇയാൾ അതിനു മുമ്പ് വിളിച്ചുകൊണ്ടിരുന്നത് ഭീരു എന്നാണ്. ആ ഭീരു എന്നുള്ള വിളി കേട്ട് മടുത്തിട്ടാണ് അവസാനം ഇയാൾ താൻ തന്നെ പുകഴ്ത്തിക്കൊണ്ട് സ്വയം പുകഴ്ത്തിക്കൊണ്ട് VD സവർക്കർ എന്നത് വീർ സവർക്കർ എന്ന് മാറ്റിയത്. മനസ്സിലായില്ലേ? ആ വീർ സവർക്കർ എന്ന് പറയുന്ന ഭീരുവായ സവർക്കറാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്നാണ് സംഘ് പരിവാർ വാദിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണെന്ന് ആരെന്ന് അടുത്ത തലമുറയോട് ചോദിക്കുമ്പോൾ ഈ തലമുറ എന്തായാലും മാറ്റി പറയില്ല. കാരണം ഈ തലമുറക്ക് ചരിത്രത്തെ കുറിച്ച് വളരെ വ്യക്തമായ ബോധമുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ അടുത്ത തലമുറയെങ്കിലും ഈ പറയുന്ന സംഘ് പരിവാർ പ്രവർത്തിക്കുന്നത് പോലെ, ആഗ്രഹിക്കുന്നത് പോലെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ VD സവർക്കറാണെന്ന് പറയണം. അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ പരിശ്രമമാണ് ഈ പറയുന്ന PM ശ്രീ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് നട്ടല്ലില്ലാതെ നിലപാടുകൾ പണയപ്പെടുത്തി സഖാവാണ് എന്ന് പറയുന്ന ആ ഒരു വാക്കിന്റെ അർത്ഥത്തെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഈ പറയുന്ന RSSന്റെ കെണിയിൽ പോയി ചാടിയതല്ല, മനഃപൂർവ്വം RSSന് വിടുപടി ചെയ്യുന്ന ഈ പറയുന്ന ശിവൻകുട്ടി എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിയും ആ ശിവൻകുട്ടിക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന തൈക്കണ്ടി വിജയനും ഇവരൊക്കെ RSSന്റെ ഏജന്റുമാരാണ്. അതല്ലേ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ സംഘ് പരിവാർ കേന്ദ്രങ്ങൾ വരി നിൽക്കുകയാണ്. ABVP-കൾ വന്നു കണ്ടു, അഭിനന്ദനം അറിയിച്ചു. അത് കഴിഞ്ഞിട്ട് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു, സുരേഷ് ഗോപി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അങ്ങനെ അഭിനന്ദനങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ പുറത്തു വരികയാ. മനസ്സിലായില്ലേ? അപ്പോ ഈ പറയുന്ന അഭിനന്ദനങ്ങൾക്കൊക്കെ സംഘ് പരിവാറിന്റെ ആളുകൾ മുന്നിൽ നിന്ന് മത്സരിക്കുമ്പോൾ RSSന്റെ കാൽ ചുവട്ടിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ നയത്തെ, പൊതുവിദ്യാഭ്യാസത്തെ കൊണ്ടുപോയി ഈ പറയുന്ന വിടുപണി ചെയ്ത ശിവൻകുട്ടി, നിങ്ങൾ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഒറ്റുകാരനാണ്, നിങ്ങൾ ഒരു ഗുണ്ടയാണ്, നിങ്ങൾ RSSന്റെ ഏജന്റാണ്, RSSന്റെ കാവിക്കളസമിട്ടവനാണ്. നിങ്ങളുടെ മുണ്ടൊന്ന് പൊക്കി നോക്കിയാൽ ആ കാവിക്കളസം വളരെ വ്യക്തമായി കാണാൻ കഴിയും. ശിവൻകുട്ടി, നിങ്ങളെ ഈ പറയുന്ന റിമോട്ട് കൺട്രോൾ പാവക്കുട്ടി എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാൻ കഴിയും?
RSSകാരൻ കീ കൊടുക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ശിവൻകുട്ടി എന്ന് വിളിക്കാൻ കഴിയില്ല, സംഘിക്കുട്ടി എന്ന് വിളിക്കാൻ കഴിയില്ല, പാവക്കുട്ടി എന്ന് നമ്മൾ വിളിക്കും. അതും റിമോട്ട് കൺട്രോൾ പാവക്കുട്ടി. RSSകാരൻ കീ കൊടുക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വെറും പാവക്കുട്ടിയായിക്കൊണ്ട് തൻ്റെ ആദർശം പോലും പണയം പെടുത്തിയ നട്ടലില്ലാത്ത കേരളം കണ്ട ഏറ്റവും വലിയ ഒറ്റുകാരനാണ് ശിവൻകുട്ടി എന്ന് നമ്മൾ പറയും.